ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്ന ഒരാൾ രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ടോയ്ലറ്റിലൊക്കെ പോയി വന്ന ശേഷം രാവിലെ നമ്മുടെ വെയിറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ശേഷം ലൈറ്റ് ചൂടുള്ള പ്ലെയിൻ വാട്ടർ 2-3 ഗ്ലാസ് ചെറിയ ഗ്യാപ്പിട്ട് കുടിക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. നമ്മൾ പരമാവധി ചായേൻ്റെയും കാപ്പീൻ്റെയും ഒക്കെ അളവ് കുറച്ചുകൊണ്ട് വരിക. ശേഷം ചായയും കാപ്പിയൊക്കെ മധുരം ഇല്ലാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രൂട്ട്സോ നട്ട്സോ കൊണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. തലേദിവസം നമ്മൾ കുറച്ച് ബദാമോ കാഷ്നട്ടോ മുന്തിരിയോ നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിരാനായിട്ടിടുക. രാവിലെ ഈ വെള്ളവും നട്ട്സും ഒക്കെ എടുത്ത് കഴിക്കുക. ഇങ്ങനെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാലിയായിട്ടുള്ള വയറ്റിലേക്ക് നമ്മൾ ഓറഞ്ചോ മൂസമ്പിയോ നാരങ്ങയോ ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കണം. അത് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന പപ്പായയോ പേരയ്ക്കോ ഡേറ്റ്സോ റോബസ്റ്റോ പഴമോ തണ്ണിമത്തനൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. പപ്പായൊക്കെ കഴിക്കുക വഴി ഒത്തിരി ഔഷധ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. മലബന്ധമൊക്കെ ഇല്ലാതാക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. കാരണം പപ്പായയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കരളിൻ്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പിന്നെ വിറ്റാമിൻസും കാൽസ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് പപ്പായ എന്ന് പറയുന്നത്. പപ്പായ സീസണലായിട്ടുള്ള ഫ്രൂട്ട് അല്ലാത്തതുകൊണ്ട് എപ്പോഴും നമുക്ക് ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ പറമ്പിലും മറ്റും ധാരാളമായിട്ട് പപ്പായൊക്കെ കാണാറുണ്ട്. നമുക്കത് കഴിക്കാറുമുണ്ട്. ഫുഡ് കഴിച്ച ശേഷം പപ്പായ കഴിക്കുന്നത് മൂലം ദഹനം വേഗത്തിലാകും. കൂടാതെ നോൺ വെജ് കഴിച്ച ശേഷം പപ്പായ കഴിക്കുന്നത് ഗ്യാസും വയറ് നിറഞ്ഞിരിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വിരശല്യം ഇല്ലാതാക്കാനും മുതിർന്നവർക്കും ഇത് സഹായകമാണ്. മറ്റൊന്നാണ് പേരക്ക എന്ന് പറയുന്നത്. പേരക്ക നമ്മുടെ ഡയറ്റിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫ്രൂട്ടാണ്. നമ്മുടെ പറമ്പിൽ ധാരാളമായി ലഭിക്കുന്ന ഒന്നാണ് പേരക്ക. പേരക്കയിൽ വിറ്റാമിൻസും മിനറൽസും അയണും കാൽസ്യം എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈബറും ധാരാളമായിട്ടുണ്ട്. പേരക്ക കഴിക്കുന്നതിലൂടെ നമ്മുടെ വയറ് ഫില്ലായിരിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. ഇത് വെയിറ്റ് ലോസ് ആകാൻ കാരണമാകുന്നു. തണ്ണിമത്തനാണെങ്കിൽ 92% വെള്ളം അടങ്ങിയിട്ടുള്ള പഴമാണ് തണ്ണിമത്തൻ. ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്താനായിട്ട് തണ്ണിമത്തൻ സഹായിക്കുന്നു. ഇതിൽ കലോറി തീരെ കുറവാണ്. വെള്ളം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വയറെപ്പോഴും ഫില്ലായിരിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും. മറ്റൊരു ഫ്രൂട്ടാണ് റോബസ്റ്റ പഴം. റോബസ്റ്റ കഴിക്കുക വഴി ധാരാളം വിറ്റമിൻസ് നമ്മുടെ ശരീരത്ത് ചെല്ലുകയും കൊഴുപ്പിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നു. കൂടാതെ മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് മധുരം കുറവാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പഴമാണ് റോബസ്റ്റ പഴം. കൂടാതെ കക്കരി, ക്യാരറ്റ് മുതലായവയെല്ലാം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിൽ കക്കരിയിലും ക്യാരറ്റിലും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത്തരം പഴങ്ങൾ കഴിക്കുക വഴി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട് കഴിക്കുക. ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.